ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും പഴത്തൊലിയും എല്ലാം കൂടെ ഒരു ബക്കറ്റിൽ ആക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് 2-3 ദിവസമായി മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല വെയിലാട്ടോ. അപ്പോൾ ചെടികളൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വീട് പണി ആയത് കാരണം ചെടികളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കെയറിങ് ചെയ്യാനൊന്നും ഇപ്പോൾ സമയം കിട്ടണില്ല കേട്ടോ. ഇനി മുറ്റം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അടുക്കളയുടെ വാതിലൊക്കെ തുറന്നപ്പോൾ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കുറച്ച് മീൻ കറിയും ചോറും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി എന്നൊരു ഭാഗത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വിശപ്പിൻ്റെ കാഠിന്യം എത്രത്തോളം നമുക്കൊക്കെ അറിയാം. അപ്പോൾ കുഞ്ഞു മക്കളും കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് പാലും ഒക്കെ വേണ്ടതാണല്ലോ. അവരെ വന്നിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും പാവം തോന്നും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് കെയർ ചെയ്യണം കേട്ടോ. അവരും നമ്മളെ ഈ ഭൂമിയിലെ അവകാശികളാണ് എന്ന് നമുക്കറിയാലോ അല്ലേ. അങ്ങനെ ഇന്ന് നീർദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അരി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ്. അതിലേക്ക് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇന്ന് ചെറുപയറിൻ്റെ കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വറവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിറകടുപ്പ് കത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാതും ഉണ്ടാക്കി വെക്കും കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറും കറിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു പൂച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ നമ്മൾ അടുക്കളയുടെ ഭാഗത്തു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദോശയുടെ പൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. ആരോ വളർത്തുന്ന പൂച്ചയെന്ന് തോന്നുന്നു കേട്ടോ. പേടിയൊന്നുമില്ല. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീടിൻ്റെ മുറ്റവും അതുപോലെ റോഡിൻ്റെ ഗേറ്റിൻ്റെ പുറമൊക്കെ നടിച്ച് വൃത്തിയാക്കണം കേട്ടോ. നിറയെ കരിയില വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ ഓരോ മരത്തിൻ്റെ ചോട്ടിലും കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ മുകളിൽ നിന്ന് വെയിൽ കായണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവരിയ്ക്കണ കാണാൻ. താഴത്തേക്കൊന്നും വിടാറില്ല. അതുപോലെ ഒരുപാട് നായയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വലുതായതിന് ശേഷമേ താഴത്ത് ഇറക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മുറ്റടിക്കണത് നോക്കി നിൽക്കട്ടെ. എന്നെ കണ്ട എന്താ പറയുക പിന്നാലെ വരും കേട്ടോ അവർ. പക്ഷേ താഴത്തേക്ക് വരാനുള്ളൊരു പേടി കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് എന്താ പറയുക ജോലി കൂടുതലുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറാലകളും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ജനലിൻ്റെ എല്ലാ സൈഡും ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നു കേട്ടോ. കുറച്ച് പഴത്തൊലി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടത്തോടും പഴത്തൊലിയൊക്കെ. അങ്ങനെ ഇന്ന് പച്ചക്കറി കൊടുന്നപ്പോൾ കുറച്ച് കുമ്പളങ്ങയും അതുപോലെ പുറത്തുനിന്ന് വാങ്ങിയ ചേമ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു പേക്ക് തൈരും ഇതുകൂടി അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ മോര് കറി പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്രയും ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മോര് കറി അത്രയും ഹെൽത്തിയുമാണ് ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിലായും കാണിക്കില്ല. മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അതൊന്ന് പോയി കാണാം കേട്ടോ. അങ്ങനെ തൈരും തേങ്ങയും അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ച് 2 വിസിലടിക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് തൈരും തേങ്ങയും അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെന്ത കുക്കറിൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളത് വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും ചെറിയ ജീരകവും കടുകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മണവും രുചിയായിരിക്കും. പിന്നെ 2 ദിവസത്തിന് നമുക്ക് കറി ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കേണ്ട സമയം ലാഭിക്കുക എന്നൊക്കെ പറയല്ലേ.
ഇപ്പോൾ 24 മണിക്കൂർ എന്നുള്ളത് 25 മണിക്കൂർ ആക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഒരു ഐഡിയയിലൂടെ കറി 2 ദിവസത്തിന് ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് പിറ്റേ ദിവസമാവും കൂടുതൽ ടേസ്റ്റ് മോര് കറിക്ക്. പിന്നെ കുറച്ച് പകുതി അങ്ങോട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളി മോര് കറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ച കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി വരും. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഉണക്ക കുരുമുളകും നമുക്ക് പൊടിച്ച് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഞാൻ പാടത്തൊക്കെ ഒന്ന് പോയി, എന്താ പറയുക, ഒരുപാട് സന്തോഷമാണല്ലോ പാടത്തുകൂടെ ആ സൂര്യാസ്തമന സമയത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ. നല്ല ഇളം കാറ്റും. കുറച്ച് സമയമൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ, നമ്മളെ മനസ്സൊന്നും ഉല്ലാസകരമാക്കാൻ. എപ്പോഴും അടുക്കളയിൽ തന്നെ ഇരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു പിരിമുറുക്കവും എന്താ പറയുക ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്നോന്നറിയില്ല ഓരോ ടെൻഷൻ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കേട്ടോ നമ്മൾ കുറച്ച് സമയം ഇതിലൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.